ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ്. ലേസ് ആൻഡ് ചീസ് സാൻഡ്വിച്ചാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് മയോണൈസ് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. 1/4 കപ്പ് പാലിന് 1/2 കപ്പ് എണ്ണ എന്നുള്ള കണക്കാണ്. അപ്പോൾ 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ഗാർലിക് 2ആയി മുറിച്ചതും ഞാൻ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് വേണ്ട പഞ്ചസാരയും ഉപ്പും ഞാൻ ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. 15-20 സെക്കൻഡ് അടിച്ചാൽ മതി. ഇതിലേക്ക് 1/2 കപ്പാണ് എണ്ണ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ അത് 4-5 തവണയായിട്ട് നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് പൾസ് സ്പീഡിലിട്ട് ഒരു 15 സെക്കൻഡോളം അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ 2ാം തവണയും നമ്മളുടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു തവണ കൂടി ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുകയാണ്. വീണ്ടും ആഡ് ചെയ്ത് ഒരു 15 സെക്കൻഡോളം ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ തിക്നെസ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനം. അപ്പോൾ ഏകദേശം എനിക്ക് വേണ്ട ക്രീമി ടെക്സ്ചർ കിട്ടി. ഇനി സ്റ്റഫിങ്ങിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറിയതായിട്ട് അരിഞ്ഞത്, ഒരു 2 ലീഫ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. വെജിറ്റബിൾസൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. പക്ഷേ ഈ 4 വെജിറ്റബിൾസ് ഉപയോഗിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തക്കാളിയൊക്കെ വേണമെങ്കിൽ ഒരു 1/4 മുറിയൊക്കെ തക്കാളി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. വേറെ എരിവിന് നമ്മളൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഉപ്പ് ഒരുപാട് ആഡ് ചെയ്യേണ്ട, മയോണൈസിൽ ഉപ്പുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ. പിന്നെ മയോണൈസ്, ഇപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് ഫുള്ള് ഇതിലേക്ക് എടുത്ത്. ഇവിടെ മയോണൈസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മയോണൈസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മയോണൈസ് കുറച്ച് കുറവ് ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അവസാനം ഫുൾ മയോണൈസും ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതിപ്പോൾ ഏകദേശം ഒരു 4 പേർക്കോ 3 പേർക്കോ 4 പേർക്കോ കഴിക്കാൻ ഉള്ള അത്രയും സാൻഡ്വിച്ച് കാണും. നമ്മൾ 3 ബ്രെഡ് വെച്ചിട്ടാണ് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളത് ഏകദേശം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ് കേട്ടോ. ഞാൻ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. 3 ബ്രെഡ് സ്ലൈസാണ് ഞാൻ എടുത്തത്. ആദ്യം ഒരു സ്ലൈസ് ബ്രെഡിലേക്ക് നമുക്ക് ഒരു സ്ലൈസ് ചീസ് വെക്കാം. അമൂലിൻ്റെ സ്ലൈസ് ചീസാണ് ഞാൻ ഉപയോഗിച്ചത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾ ഫില്ലിങ് നമുക്ക് ആഡ് ചെയ്യാം. ഈവനായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ ഈ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ലേസ്. ഇത് നമ്മളുടെ ഗ്രീൻ പാക്കറ്റിൽ കിട്ടുന്ന, പച്ച പാക്കറ്റിൽ കിട്ടുന്ന ആ ക്രീം ആൻഡ് ഒണിയൻ എന്ന് പറഞ്ഞ ആ ലേസാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ടേസ്റ്റിൻ്റെ കൂടെ പോകുന്ന ലേസ് ഇത് തന്നെയാണ് കേട്ടോ. വേറെ ലേസ് ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അടുത്ത സ്ലൈസ് ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ വെജിറ്റബിൾ ഫില്ലിംഗ് വീണ്ടും ആഡ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസ് വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ലേസിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ലേസ് പൊടിച്ച് ഒന്ന് ക്രംബിൾ ചെയ്ത് അത് ചേർത്തിരിക്കുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് സ്ലൈസ് ഓഫ് ബ്രെഡ് കൂടെ പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് ഗ്രിൽ പാനിലിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. അതിന് ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ
ഗ്രിൽ പാനിലേക്ക് ഞാനിപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് ഈവനായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു സിലിക്കൺ ബ്രഷ് എടുത്തിട്ടുണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട്. പിന്നെ ഒന്ന് ഏകദേശം പാനൊന്ന് ചൂടായി റെഡി ആയാൽ നമ്മളുടെ സാൻഡ്വിച്ച് അതിലേക്ക് പ്ലേസ് ചെയ്യാം. ഒരു 2 മിനിറ്റോളം ഓരോ സൈഡും നമ്മൾ സാൻഡ്വിച്ചിൻ്റെ വേവിക്കും. എന്നാലാണ് നമ്മളുടെ ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരിക. ചീസ് നമ്മൾ ഏറ്റവും അടിയിലത്തെ ലെയറിലും ഏറ്റവും മുകളിലത്തെ ലെയറിലും മാത്രമേ വെച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണിത്. എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സും പറയണം. നമുക്കിതൊന്ന് മറച്ചിടാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫില്ലിങ്ങൊക്കെ ഉറച്ചിരിക്കും. ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ബട്ടർ കൂടെ ആഡ് ചെയ്തു. ഒരു 1/2 ടീസ്പൂൺ ബട്ടർ കാണും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ സാൻഡ്വിച്ച്. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനിയുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. സോസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ സാൻഡ്വിച്ച്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെജ് സാൻഡ്വിച്ച് ആണെങ്കിലും നല്ലൊരു ഫ്ലേവറുള്ള സാൻഡ്വിച്ചാണിത്. ഞാനിപ്പോൾ ഇത് 4 പീസായി മുറിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ലേസ് കൊണ്ടും പിന്നെ കുറച്ച് സോസും കൂടി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.